ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യാസ് ലേണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ ടൈപ്പ് റൈറ്ററിൻ്റെ 9ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് പേപ്പർ പ്ലേറ്റ്. ലെഫ്റ്റ് മാർജിനൽ ഗൈഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് എഡ്ജ് ഗൈഡ് എന്ന് നമുക്ക് എന്തിനെ പറയാം? പേപ്പർ പ്ലേറ്റിനെ പറയാം. ലെഫ്റ്റ് മാർജിനൽ ഗൈഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് എഡ്ജ് ഗൈഡ് എന്ന് എന്തിനെ പറയാം? പേപ്പർ പ്ലേറ്റിനെ പറയാം. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ യൂണിഫോം മാർജിൻ ലഭിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ പേപ്പർ പ്ലേറ്റ് എന്തിനാണ് സഹായിക്കുന്നത്? ലെഫ്റ്റ് സൈഡിൽ യൂണിഫോം മാർജിൻ, അതായത് എല്ലായിടത്തും ഒരേപോലുള്ള മാർജിൻ കിട്ടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് പേപ്പർ പ്ലേറ്റ്. ഓക്കെ, നെക്സ്റ്റ് മാർജിനൽ സ്റ്റോപ്സ്. ഇരുവശത്തും മാർജിൻ സെറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. അതായത് ഇടതുവശത്തും വലതുവശത്തും മാർജിൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? മാർജിനൽ സ്റ്റോപ്സ്. 2 മാർജിനൽ സ്റ്റോപ്സ് ആണുള്ളത്, ഒന്ന് ലെഫ്റ്റിലും ഒന്ന് റൈറ്റിലും. മാർജിനൽ സ്റ്റോപ്സുകൾ മാർജിനൽ റാക്കിൽ ഘടിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ മാർജിനൽ സ്റ്റോപ്പ് എവിടെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്? മാർജിനൽ റാക്കിൽ. റൈറ്റ് മാർജിനൽ സ്റ്റോപ്സ് കാരേജിൻ്റെ ഇടതുവശത്തേക്കുള്ള മൂവ്മെൻറ്റിനെ നിയന്ത്രിക്കുന്നു. അപ്പോൾ റൈറ്റ് മാർജിനൽ സ്റ്റോപ്സ് കാരേജിൻ്റെ ഇടതുവശത്തേക്കുള്ള മൂവ്മെൻറ്റിനെ നിയന്ത്രിക്കുന്നു. ലൈൻ ലോക്ക് മെക്കാനിസത്തെ നിയന്ത്രിക്കുന്നത് റൈറ്റ് മാർജിനൽ സ്റ്റോപ്സ് ആണ്. അപ്പം ലൈൻ ലോക്ക് മെക്കാനിസം നമുക്കറിയാമല്ലേ, നമ്മൾ റൈറ്റ് സൈഡിൽ നമ്മൾ 5 സ്പേസ് വിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലോക്ക് ചെയ്ത് വെക്കുന്നത് അല്ലേ? അപ്പോൾ 5 സ്പേസ് നിൽക്കെ തന്നെ എന്തായിരിക്കും? ബെല്ല് കേൾക്കും. ഓക്കെ, അപ്പോൾ ലൈൻ ലോക്ക് മെക്കാനിസത്തെ നിയന്ത്രിക്കുന്നത് റൈറ്റ് മാർജിനൽ സ്റ്റോപ്സ് ആണ്. റൈറ്റ് മാർജിനൽ സ്റ്റോപ്പ് ഒരു വരിയുടെ അവസാനമുള്ള ബെൽ ശബ്ദം നിയന്ത്രിക്കുന്നു. മാർജിനൽ സ്റ്റോപ്പ് ബട്ടൺ ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് മാർജിനൽ റിലീസ് കീ. എന്താണ്? നമുക്കിപ്പോൾ 5 സ്പേസ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അടിച്ച് നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് മാർജിനൽ റിലീസ് കീ പ്രസ് ചെയ്താൽ എന്ത് ചെയ്യാം? നമുക്ക് വീണ്ടും അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാം? ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, മാർജിനൽ റിലീസ് കീ ഏതാണ്? 2 സൈഡിലേക്കും ആരോ കൊടുത്തിട്ടുള്ള കീ ആണ് ഏത്? മാർജിനൽ റിലീസ് കീ. ഓക്കെ, നെക്സ്റ്റ് ഫീഡ് റോളേഴ്സ് ആണ്. 2 സെറ്റ് ഫീഡ് റോളറാണുള്ളത്, അതായത് 4 എണ്ണം ഉണ്ട്. 2 സെറ്റ് ഫീഡ് റോളർ ഉണ്ട്. സിലിണ്ടറിൻ്റെ താഴ്ഭാഗത്ത് കാണപ്പെടുന്നു. സിലിണ്ടറിൽ പേപ്പർ ചുറ്റുന്നതിനായി ഉപയോഗിക്കുന്നു. അപ്പോൾ സിലിണ്ടറിൽ പേപ്പർ ചുറ്റുന്നതിനായിട്ട് സഹായിക്കുന്നത് എന്താണ്? ഫീഡ് റോളേഴ്സ് ആണ്. ഫീഡ് റോളേഴ്സ് ആർ മേഡപ്പ് ഓഫ് സോഫ്റ്റ് റബ്ബർ. ഫീഡ് റോളർ നിർമ്മിച്ചിരിക്കുന്നത് സോഫ്റ്റ് റബ്ബർ കൊണ്ടാണ്. സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫീഡ് റോളർ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സിലിണ്ടർ കറക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഫീഡ് റോളർ എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുന്നു നമ്മൾ പേപ്പർ ചുറ്റുന്ന സമയത്ത്. ഫീഡ് റോളറുകൾ പേപ്പറിനെ സിലിണ്ടറിൻ്റെ താഴ്ഭാഗത്തു നിന്നും അടുത്ത വരിയിലേക്ക് നീക്കുന്നു. അപ്പോൾ ഈ ഫീഡ് റോളേഴ്സാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കാരേജ് റിട്ടേൺ ലിവർ നമ്മൾ വലിച്ചിപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴേക്കും എന്ത് ചെയ്യുന്നത്? നെക്സ്റ്റ് ലൈനിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് ആരാണ്? ഫീഡ് റോളേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ 2 സെറ്റ് ഓഫ് ഫീഡ് റോളേഴ്സ് ഉണ്ട്, 4 നമ്പർ. സിലിണ്ടറിൻ്റെ താഴ്ഭാഗത്ത് കാണപ്പെടുന്നു. സിലിണ്ടറിൽ പേപ്പർ ചുറ്റുന്നതിനായി ഉപയോഗിക്കുന്നു. ഫീഡ് റോളേഴ്സ് ആർ മേഡപ്പ് ഓഫ് സോഫ്റ്റ് റബ്ബർ. സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫീഡ് റോളർ റൊട്ടേറ്റ് ചെയ്യുന്നു. ഫീഡ് റോളറുകൾ പേപ്പറിനെ സിലിണ്ടറിൻ്റെ താഴ്ഭാഗത്ത് നിന്നും അടുത്ത വരിയിലേക്ക് നീക്കുന്നു. മാർജിനൽ സ്റ്റോപ്സ് എന്തായിരുന്നു? ഇരുവശത്തും മാർജിൻ സെറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. 2 മാർജിനൽ സ്റ്റോപ്പ് ഉണ്ട്, ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട്. മാർജിനൽ സ്റ്റോപ്സ് ഘടിപ്പിച്ചിരിക്കുന്നത് എവിടെയാണ്? മാർജിനൽ റാക്കിലാണ്. റൈറ്റ് മാർജിനൽ സ്റ്റോപ്സ് കാരേജിൻ്റെ ഇടതുവശത്തേക്കുള്ള മൂവ്മെൻറ്റിനെ നിയന്ത്രിക്കുന്നു. ലൈൻ ലോക്ക് മെക്കാനിസത്തെ നിയന്ത്രിക്കുന്നത് റൈറ്റ് മാർജിനൽ സ്റ്റോപ്സ് ആണ്. റൈറ്റ് മാർജിൻ സ്റ്റോപ്പ് ഒരു വരിയുടെ അവസാനമുള്ള ബെൽ ശബ്ദം നിയന്ത്രിക്കുന്നു. മാർജിനൽ സ്റ്റോപ്പ് ബട്ടൺ ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് മാർജിനൽ റിലീസ് കീ. മാർജിനൽ റിലീസ് കീ എന്താണ്? ഒരു വരയുടെ 2 വശത്തേക്ക് ആരോ മാർക്ക് കൊടുത്തിരിക്കുന്ന കീ ആണ് ഇത്? മാർജിനൽ സ്റ്റോപ്സ്. പിന്നെ പേപ്പർ പ്ലേറ്റ് നമ്മൾ പറഞ്ഞു, ലെഫ്റ്റ് സൈഡിൽ യൂണിഫോം മാർജിൻ ലഭിക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.